കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി നേരത്തെ മുതൽ നമ്മൾ കരുതപ്പെട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ 53% മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണെങ്കിൽ പോലും പലപ്പോഴും അവിടെ ഒരു ത്രികോണ മത്സരം വരുമ്പോൾ അതിൻ്റെ മഹാഭൂരിപക്ഷം കൺസോളിഡേറ്റഡായി മുസ്ലിം വോട്ടുകൾ മുഴുവനായിട്ട് തന്നെ എം അഷ്റഫിനൊന്നും ലഭിക്കാറില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ലഭിക്കാറില്ല. മുസ്ലിം ലീഗൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അവിടെ എതിരാളിയായി BJP നിൽക്കുമ്പോൾ പോലും അവിടെയുള്ള മതേതര മുസ്ലിം ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ മിക്കവാറും CPM-നും LDF-നും ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഫുൾ ഒരു കംപ്ലീറ്റായി, അതായത് മുസ്ലിം വോട്ട് ബാങ്കുകളിലെ ഒരു മേജർ ചങ്ക് പോലും മുസ്ലിം ലീഗിന് കിട്ടാറില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എം അഷ്റഫൊക്കെ അവിടെ നിരവധി തവണ ജയിച്ചേരെ. പക്ഷെ അങ്ങനെ ജയിക്കാറില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. കൂടാതെ 2021 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിലെമ്പാടും തന്നെ ഒരു തരംഗമുണ്ടായതിൻ്റെ നേതൃത്വത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എം അഷ്റഫ് നേടിയിട്ടുള്ള വോട്ടുകളിൽ നിന്ന് 2% കുറവ് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾക്കുണ്ടായി. ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾക്ക് അത്തരത്തിൽ കുറവുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞത് തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടതെങ്കിൽ ഇത്തവണ അങ്ങനെ പോലും ആയിരിക്കില്ല, കുറച്ചുകൂടി വലിയ മാർജിനിൽ അദ്ദേഹം പരാജയപ്പെടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. അതിനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എൻ്റെ വിശകലനത്തിലുമൊക്കെ തന്നെ മാറ്റം വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ SDPIയുടെ ഇടയ്ക്ക് തന്നെ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വലിയ സ്പ്ലിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം SDPI സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ, ഒന്ന് അവിടെ നിർത്തുന്ന കാര്യം, രണ്ടാമത്തത് അമ്പലപ്പുഴയിൽ നിർത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു, വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ, അതായത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ഞങ്ങൾ കുറേ പേരെങ്കിലും ഇത് ഈ പാർട്ടിയിൽ നിന്ന് പോലും ഭിന്നിച്ചു പോകുമെന്ന് പറയുന്ന അഭിപ്രായമൊക്കെ തന്നെ ഇതിൻ്റെ സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് SDPI ഇവിടെ സ്ഥാനാർത്ഥിയെ അമ്പലപ്പുഴയിൽ നിർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അമ്പലപ്പുഴയിൽ നിർത്തിയില്ലെങ്കിൽ അതിൽ വോട്ടുകളിൽ കുറേയെങ്കിലും അല്ലെങ്കിൽ മജോറിറ്റി വോട്ടുകളെങ്കിലും ചിലപ്പോൾ എക്സലാമിന് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സാധാരണ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റഡായി UDF-നാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അമ്പലപ്പുഴയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ SDPIയുമായിട്ടൊക്കെ തന്നെ പലതരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ചർച്ചകളും അവരുമായിട്ടൊക്കെയുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയിട്ടുള്ളത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരുന്നു. SDPI അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, SDPIയുടെ സ്ഥാനാർത്ഥി ഒരു 7000, 8000 അല്ലെങ്കിൽ 10000 വോട്ടുകൾ പിടിച്ചാൽ അത് വളരെ നിർണായകമായിട്ടുള്ള വോട്ടുകളായി മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അങ്ങനെ 7000, 8000 വോട്ടുകൾ അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെ അവരവിടെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ കഴിയുന്നത് പോലെ ആ വോട്ടുകൾ ആർക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ്, അത് ഒരുപക്ഷെ എം അഷ്റഫിനൊക്കെ കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് നഷ്ടപ്പെടുക. അങ്ങനെ UDF-നും എം അഷ്റഫിനും ഒക്കെ കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുകയും പകരം കെ സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞ തവണ തന്നെ കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ കഴിയുകയും ചെയ്താൽ വലിയ അത്ഭുതം സംഭവിക്കുകയും കെ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും. കെ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനൊന്നും എത്തുന്നത് പോലെയല്ല, അത് BJPക്ക് വലിയൊരു താരപരിവേഷമുള്ള ഒരു MLA നൽകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. സത്യത്തിൽ എനിക്ക് കെ സുരേന്ദ്രനെ കുറിച്ച് ചില തെറ്റായ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രാം കാണുന്നത് വരെ അത് ഹാഷ്മി താജ് ഇബ്രാഹിമുമായി ഏതാണ്ട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ കേട്ടിരുന്നു കെ സുരേന്ദ്രനോട്. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കെ സുരേന്ദ്രൻ വളരെ കൃത്യവും ക്ലാരിറ്റിയുമുള്ള മറുപടികളാണ് നൽകിയത്. അന്ന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. പിന്നെ ചില യൂട്യൂബ് ഇൻ്റർവ്യൂകളുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കൂടാതെ ഗം അവതരിപ്പിക്കുന്ന നിഷാന്തൊക്കെ തന്നെ ഇദ്ദേഹവുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഇദ്ദേഹത്തെ കളിയാക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തപ്പോൾ വളരെ ലൈറ്റ് ഹേർട്ടഡായി അദ്ദേഹം അതിനെ എടുക്കുന്നതുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കെ സുരേന്ദ്രൻ അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഉള്ളി എന്നുള്ളത് ഉപയോഗിക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് ഉള്ളിസുര എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളി എന്നുള്ളത് കളിയാക്കി വിളിക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർ തന്നെ കളിയാക്കാറുണ്ട്, ട്രോളാറുണ്ട്. ഉള്ളി ഇനിയിപ്പോൾ മേടിക്കണ്ട, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മകനും ഭാര്യയൊക്കെ തന്നെ കളിയാക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ഉള്ളു തുറന്ന് ചിരിക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ കേട്ടു. പിന്നെ ബീഫ് കഴിക്കാറുണ്ടോ എന്നുള്ളതാണ്. ബീഫ് കഴിച്ചിട്ട് ഇദ്ദേഹം ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ളതാണ് ഒരു വലിയ വിവാദമുണ്ടായത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇദ്ദേഹം എന്താണ് ബീഫ് കഴിക്കാറുണ്ട്, ബീഫ് മേടിക്കാറുണ്ട്, ബീഫ് തിന്നുന്നതിന് ഞങ്ങൾ എതിരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം, കിട്ടിയാൽ കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത്.
എന്ന് പറഞ്ഞാൽ കുറേ കൂടി സെൻസിബിളായി കുറേ കൂടി പ്രോപ്പർലി സംസാരിക്കുന്ന ഒരു BJP നേതാവാണ്, ഒരു ലീഡറാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ചില അബദ്ധങ്ങളൊക്കെ അദ്ദേഹവും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ചില ആളുകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ കുറിച്ച്, ആക്രി പണിക്കർ എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. കാരണം ശ്രീജിത്ത് പണിക്കരൊക്കെ വളരെ ഈ പറഞ്ഞ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് വന്ന് വലിയ അറിവോ വിവരമോ ഒന്നും ഇല്ലാതെ വാചകം അടിക്കുന്ന ഒരാളുകളാണ്. അതൊക്കെ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ കെ സുരേന്ദ്രനാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ AK അഷ്റഫ് വളരെ എളുപ്പത്തിൽ ജയിക്കും. പക്ഷേ SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവരൊരു 2-2.5% വോട്ട് പിടിച്ചാൽ പോലും BJPക്ക് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ വോട്ട് കുറയാനാണ് സാധ്യത. പക്ഷേ കാസർഗോഡും അവിടെ മഞ്ചേശ്വരത്തും ഒക്കെ തന്നെ അങ്ങനെ കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രനെ പോലെ സ്ഥാനാർത്ഥി വന്നു നിൽക്കുമ്പോൾ വലിയ വോട്ട് പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് പോയി മത്സരിച്ചപ്പോൾ പോലും നമുക്കറിയാം വലിയ തോതിലുള്ള വോട്ട് വർധന ഉണ്ടാക്കിയ ഒരാളാണ്. മത്സരിച്ച മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം അത്തരത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചാൽ BJPയിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള കാൻഡിഡേറ്റായി കെ സുരേന്ദ്രൻ മാറും. കെ സുരേന്ദ്രൻ ജയിച്ചാൽ ഉറപ്പായിട്ടും അത് BJPക്ക് നേട്ടമാകും. BJPക്ക് മുന്നോട്ടുള്ള വളർച്ചയിലും കൂടുതൽ MLA-മാരെ സൃഷ്ടിക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ ഇത് വസ്തുതകളുടെയും കണക്കുകളുടെയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് പിൻവലിക്കാതിരിക്കുക കൂടി ചെയ്താൽ, അത് പിൻവലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പിൻവലിക്കാതിരിക്കുക കൂടി ചെയ്താൽ കെ സുരേന്ദ്രൻ ജയിക്കും. പിൻവലിച്ചാൽ AK അഷ്റഫ് ജയിക്കും.